ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസിപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ ഈ ഒരു ബ്രെഡും ഈ ഒരു സോസുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് കത്രിക കൊണ്ട് ഇതൊന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ബണ്ണ് എടുത്തിട്ടുണ്ട്. ഈ ബണ്ണ് ഈ ബ്രൗൺ കളറൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിന്ന് മുറിച്ചെടുത്താലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊരു മുഴുവൻ നമുക്ക് ചെത്തി. അപ്പോൾ ഗൈസ് നമ്മൾ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം. ഇത്തിരി വെള്ളം എടുത്തിട്ടുള്ളൂ, ബാക്കി ഒന്നും എടുത്തിട്ടില്ല. സോസൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡ് മുറിച്ചെടുത്തിട്ടില്ലേ, നമ്മൾ ഇതിലേക്ക് ഒന്ന് അരമണിക്കൂർ വെച്ച് കൊടുക്കാട്ടോ. നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ഗൈസ് കുറേ നേരം കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്നത് ഇങ്ങനെയായിട്ട് അത് അലിഞ്ഞ് നമുക്കിതായി. അപ്പം നമുക്കത് എടുത്തിട്ട് ഓരോ ഉരുളായിട്ട് നമുക്ക് വെക്കാം. അപ്പം നമ്മൾ ഇതിന് കുറച്ചെടുത്ത് ഉരുളയാക്കണം കേട്ടോ. നിങ്ങളാരും ഇത് വെക്കണ്ട, ഇതൊരു ഫുഡ് ഐറ്റമാണ്. നമ്മൾ ഇത് വെള്ളം നമുക്ക് വേണ്ട, നമുക്കിതിന്ന് ചാലിച്ചെടുക്കാൻ വേണ്ടിയിരുന്നുള്ളൂ. ആക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി വെച്ചാൽ കഴിയും. കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ബ്രെഡ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരം നമുക്ക് മതി. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കിയെടുത്തു. ഇതായിട്ട് നമ്മൾ ഇത് കുറച്ച് നേരം മൂടി വയ്ക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. കുറച്ച് ചൂട് പിടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലേക്ക് ഒരെണ്ണം ഇടാൻ പോവാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വയ്ക്കണം. ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അമ്മയാണ്. പൊട്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നു തുടങ്ങിയിട്ട് നന്നായിട്ടാവണം. ചെറുതൊന്നും ആയിട്ടില്ല. അതൊക്കെ ആയാലാണ് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ പറ്റും. അപ്പം ഗൈസ് ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളിത് സോസ് നന്നായി ഒഴിക്കുന്നില്ല, ചെറുതായിട്ട് കുറച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്, മതി. അപ്പം ഗൈസ് നമുക്കിതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തേക്കാം.